വൈകുന്നേരം ചോറൊക്കെ കഴിച്ചാൽ ഞാൻ നല്ല ചോറ് കഴിക്കാൻ പോവാണേ. ഇന്നൊരു പ്രത്യേക കറിയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ചേമ്പുണ്ടാവ് വെച്ച് നമ്മൾ പല കറികളും ഉണ്ടാക്കും. ഇത് അവിയലാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ അവിയൽ പച്ചക്കറി ഒന്നും ഇല്ലാതെ ചേമ്പുണ്ടാവ് വെച്ച് നമ്മൾ അവിയലുണ്ടാക്കിയിരിക്കും. കണ്ടില്ലേ. പിന്നെ മക്കളെ, നമ്മുടെ ഒരു ചേച്ചി പറഞ്ഞു തന്നാട്ടോ, ഇത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇത് നമ്മുടെ വെണ്ടയ്ക്ക ആവിക്കകത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക. നമ്മൾ പിന്നെ എണ്ണയ്ക്കകത്തൊന്നും ചെയ്തില്ല. ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ പറയും. പിന്നെ ഇന്ന് സാമ്പാറാണ്, നല്ല ചോറുണ്ണാനായിട്ട് തയ്യാറാക്കിയ സാമ്പാറാണ്. പിന്നെ മക്കളെ ഒരു ഇച്ചിരി തൈരും എടുക്കുന്നുണ്ട്. പിന്നെ പപ്പടമുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിനില്ല. പിന്നെ മക്കളെ, കർക്കിടക മാസത്തിൽ ഈ ചേമ്പ് താള് പിന്നെ പച്ച ഇലകളൊക്കെ കഴിക്കുന്നതിന് കുറേ ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഐതിഹ്യമല്ല, അതിൻ്റെ യാഥാർത്ഥ്യം ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ കർക്കിടക മാസത്തിൽ ഇതിനൊക്കെ ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യം. പിന്നെ മക്കളെ, ഒരു സുഖമില്ല കേട്ടോ, മാനസികമായിട്ട് സുഖമില്ല, അതുകൊണ്ട് ശാരീരികമായിട്ട് സുഖമില്ല. അതുകൊണ്ട് നമുക്ക് ശരീരമായിട്ട് സുഖം വന്നാൽ നമ്മൾ രാവിലെ എണീറ്റൊരു എക്സസൈസ് ഉണ്ട്, ഒരു യോഗ പ്രാക്ടീസ്, അത് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ 2 ദിവസം കൊണ്ട് മാനസികമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകളാണ്, സുഖമില്ല ശരീരത്തിന്. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ, ഇത് ഇടുന്നുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളാണ്ട് ഇത് കൂട്ടി ഈ തൈര് ഇച്ചിരി ചേർത്ത് ഇതാണ്ട് ഇതും കൂടെ ഈ വെണ്ടയ്ക്ക ഞാൻ അധികം വേവിക്കരുത്. അധികം വേവിക്കാതെ നമ്മൾ വെള്ളം കേട്ടോ. പപ്പടം, ഇത് പപ്പടം എടുത്ത് മീനെയൊക്കെ കാണാൻ നല്ലതാണ് മക്കളെ കേട്ടോ. എനിക്കതായത് ഇഷ്ടം. വെജിറ്റബിൾ പട്ടിക്കുമൊക്കെ ഉണ്ടായിരുന്നു, മീനുണ്ട് കേട്ടോ. അവർക്കൊക്കെ നെയ്മീനാണ് കഴിച്ച് വെച്ചിരിക്കുന്നത്. നെയ്മീൻ കുഞ്ഞ് 2-3 ദിവസം മുമ്പ് കിട്ടിയായിരുന്നു, അത് കഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ ശരി മക്കളെ.